എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്ക അലുവയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബേസിക് ചക്ക ചവണി കുരുവൊക്കെ പോളയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, കണ്ടോ, എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ആ ചക്ക അരച്ചത് ഒരു ചീനിച്ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ കപ്പലണ്ടി പൊടിക്കുക, പിന്നെ നാളികേരപ്പാൽ, ശർക്കര പാനിയൊക്കെ ചേർത്ത് നമ്മൾ വെരുകിയെടുക്കണം. അലുവയായിട്ട് ഉണ്ടാക്കണം. ചക്കലുവ ഉണ്ടാക്കാനായിട്ട് 100 ഗ്രാം കപ്പലണ്ടി, ഉപ്പില്ലാത്ത കപ്പലണ്ടി പൊടിച്ചത്, പിന്നെ ശർക്കരപ്പൊടിയാണ്, ശർക്കര പൊടിച്ചതല്ല, പൊടി പൊടിച്ചതാണ്. പിന്നെ ഒരു വലിയ മുറി നാളികേരത്തിൻ്റെ പാല് പിഴിഞ്ഞത്. ചക്ക വേവിക്കാനായിട്ട് നമ്മൾ അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ടിപ്പാലാണ്. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാലിൽ കിടന്നിട്ടാണ് ഈ ചക്ക വേവട്ടത്. ഇനി നമുക്ക് കപ്പലണ്ടി പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് 100 ഗ്രാം കപ്പലണ്ടി പൊടിച്ചതാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കപ്പലണ്ടി നാളികേരപ്പാലിൽ ചക്കയും കൂടി നല്ലോണം വെന്ത് വരണ്ടാം. ഇത് വേവാകുമ്പോൾ നമുക്ക് ശർക്കര പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ശർക്കര പൊടി മുഴുവൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇങ്ങനെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സായി ഇതിങ്ങനെ വെരിക്ക് വെന്ത് വറ്റി വരണം. അങ്ങനെ ശർക്കര പാനി ഒക്കെ നല്ലോണം ഉരുകിയിട്ടുണ്ട്. ഈ നല്ലോണം ഇതിൽ കിടന്ന് വെന്ത് വരണം. നല്ലോണം കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ചക്കലുവ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമ്മളൊരു പ്ലേറ്റിലിട്ടിട്ട് പരത്തി വയ്ക്കാം. എന്നിട്ട് ചൂടാറുമ്പോൾ മുറിച്ചെടുക്കാം. അങ്ങനെ ചക്കലുവ നമ്മൾ ഈ പ്ലേറ്റിലേക്ക്, ഇങ്ങനത്തെ പ്ലേറ്റിലേക്കാണ് ഞാൻ മാറ്റിയത്. അന്ന് നമ്മൾ ഇങ്ങനെ പരത്തിയിട്ട് മെല്ലെ പരത്തി ഇങ്ങനെ തടവി കൊടുക്കാം. എന്നിട്ട് ചൂടാറിയിട്ട് നമുക്ക് മുറിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. പുറത്ത് എടുത്ത് വയ്ക്കണമെങ്കിൽ പുറത്തെടുത്ത് വയ്ക്കാം. ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും കേടുകൂടാതെ. അല്ലെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ചക്കലുവ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.